നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചില സമയത്ത് നമുക്ക് തോന്നും ദൈവം നമ്മളോട് അനീതി പ്രവർത്തിച്ചു എന്നൊക്കെ. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോഴാവും മനസ്സിലാവുക അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു ജീവിതത്തിലെന്ന്. ഇപ്പതേ നമ്മുടെ കാര്യം തന്നെ നോക്കിയേ. താൻ മനസ്സുണ്ടായിട്ടാ തന്റെ കഴുത്തിൽ കെട്ടാനെന്നും പറഞ്ഞ് താൻ എനിക്ക് നേരെ താലി നീട്ടിയത് ആണോ? അന്ന് തനിക്കതൊരു പ്രതികാരമായിരുന്നു. തന്റെയും തന്റെ കുടുംബത്തിന്റെയും നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സമാവുന്ന എന്നോടുള്ള പ്രതികാരം അല്ലേ? എന്നിട്ട് ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോഴോ രാജീവ് സാർ എന്നെ ശാരിക കല്യാണം കഴിച്ചില്ലേ? തനിക്ക് ബാലേന്ദ്രന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ട ഗതികേടും വന്നില്ല. എടോ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടല്ലേ എനിക്ക് തന്നെയും തനിക്ക് എന്നെയും കിട്ടിയത്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് വേറെ ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുണ്ടോ? പക്ഷെ വിഷ്ണുട്ടാ, അത് നേരെയാവും. അല്പം കാത്തിരിക്കണം. പക്ഷേ ഈ ദൈവം വിചാരിച്ചാലും നേരെയാവാത്തൊരു സംഗതിയുണ്ട്. അത് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി നേരെയാക്കണം. എടോ നോക്ക്, വിധി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന വിധികളുമുണ്ട്. താനൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ, അതായത് ശാരദാമ്മയുടെ കുടുംബത്തിലടക്കം ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചതാരാ? സുസ്മിത. സുസ്മിത, അവള് തന്നെ. അവള് ജയിലിലാവുന്നതോടെ നമുക്ക് സമാധാനം കിട്ടുമെന്ന് കരുതിയതാ. പൈസ ഉണ്ടായിരുന്നുള്ള പ്രതീക്ഷയ്ക്കും. അവളിങ്ങനെ സ്വതന്ത്രമായിട്ട് നടന്ന് നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തന്നോണ്ടേയിരിക്കും. ദീപക്കും ശ്യാമിയായിട്ടുള്ള വിവാഹം മുടക്കിയതുപോലെ. പരോളിന്റെ കാലാവധി കഴിയണ്ടേ വിഷ്ണുട്ടാ? അതുവരെ നമ്മൾ കാത്തിരുന്ന നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ആടി തിമർക്കും അവള്. ജയിൽവാസത്തിന് 6 വർഷമല്ലേ ആയുസുള്ളൂ. നമ്മളോട് 10 ഇരട്ടി പകയായിട്ടായിരിക്കും അവള് പുറത്തിറങ്ങുന്നുണ്ടാവുക. എടോ, അവള് വീണ്ടും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ജീവിതം. എടോ, നമുക്ക് വേറൊരു ജീവിതം ഇല്ലേ? വിഷ്ണുട്ടാ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന? ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് അവളുടെ പ്രശ്നം. ഇതുവരെ അവളല്ലേ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തന്നേ. ഇനി തിരിച്ച് നമ്മൾ അവൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. ഒരേ ഒരു പ്രശ്നം, ജീവിതാവസാനം വരെ അവൾ തലയെ ചുമക്കേണ്ടി വരും. അത് അഴിക്കും തോറും മുറുകുന്ന ഒരു കുരുക്ക്. വിഷ്ണുട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന് പറ്റിയ ഒരാളെ തെരഞ്ഞു നടക്കായിരുന്നു ഞാൻ. പറ്റിയ ആളെ തന്നെ ഇപ്പൊ കൈ കെട്ടിയിട്ടുമുണ്ട്. ആര്? എടോ, ഒന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയില്ലേ, അവിടെ വെച്ച് ഇയാളും കക്ഷി കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടോ? എപ്പോ? താൻ കണ്ടിട്ടുണ്ട്. ആരാന്നും കാര്യം എന്താന്നും വിശദമായിട്ട് പറയൂ വിഷ്ണുവേട്ടാ. ഞാനാ? നിന്നെ കൊണ്ട് എപ്പ അത് പറ്റുള്ളൂ. ഒരു ഫ്രോഡിനെ ഒതുക്കാൻ മറ്റൊരു ഗജ ഫ്രോഡ് തന്നെ വേണം. അല്ല, ഞാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു വരുന്നത്? അവളെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം? ഞാനാ? ആശാൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്റെ ജീവിതം കട്ടപ്പുകയായി പോകൂലേ? എടാ, ഒരിക്കലും ഇല്ല. നിന്നെ പോലെ ഒരാളുടെ താലി കഴുത്തി വീണാലേ അവള് ശരിയാവുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.